റാപ്പർ വേടനെതിരായി നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി. വേടന്റെ കഴുത്തിലുള്ളത് പുലിപ്പല്ലല്ലേ, ആറ്റം ബോംബ് ഒന്നും അല്ലല്ലോ എന്നായിരുന്നു വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എം പി ഫേസ്ബുക്കിൽ കുറിച്ചത്. വേടൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നും, എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ല എന്നും അദ്ദേഹം പറയുകയാണ്. വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് എന്നും കേസ് ആ വഴിക്ക് നീങ്ങുമെന്നുള്ള വനം വകുപ്പിന്റെ നിലപാടിനെ ജോൺ ബ്രിട്ടാസ് അതിരൂക്ഷമായി തന്നെ വിമർശിച്ചു. ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവുമാണ് ഇതെന്നും വംശീയ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഉദ്ഘോഷം ഉണ്ടാവില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്: റാപ്പർ വേടനെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ സംഗീത ശാഖ എനിക്ക് അത്ര പരിചിതവുമല്ല. എന്നാൽ അദ്ദേഹത്തെ മുൻനിർത്തി സൃഷ്ടിക്കപ്പെട്ട വിവാദത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ല. വേടന്റെ കഴുത്തിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് മഹാസംഭവം എന്ന നിലയ്ക്കാണ് പ്രചരിക്കപ്പെട്ടത്. ആറ്റം ബോംബ് ഒന്നുമല്ലല്ലോ അത്. എത്രയോ പഴയ വീടുകളിൽ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ഉണ്ടാകും. ഇതിനേക്കാൾ എന്നെ അസ്വസ്ഥനാക്കിയത് മറ്റൊരു വാർത്താശകലമാണ്. വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജ, ആ കണക്ഷൻ കേസിൽ ഉണ്ട് എന്ന് വനം വകുപ്പ്. ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവുമാണിത്. വംശീയ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഉദ്ഘോഷം ഉണ്ടാവില്ല. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കൃഷി അസാധ്യമായിരിക്കുകയാണ്. കാട്ടുപന്നിയെയും കുരങ്ങനെയും ഒക്കെ ക്ഷുദ്രജീവികളാക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. എന്നാൽ ഇപ്പോഴും അടുക്കളയിൽ കയറി കറച്ചട്ടി പൊക്കാൻ വെമ്പുന്ന ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരത്തിലുള്ള അതുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം വേടന് മേൽ വനം വകുപ്പ് ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല. കാരണം വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഒന്നും വേടൻ ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് കഞ്ചാവ് പിടികൂടിയ കേസ് മാത്രമാണ് വേടനെതിരെയുള്ളത്. മാത്രമല്ല, ജാമ്യ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചു കൊള്ളാമെന്ന് വേടൻ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുള്ളതായി ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്. പുലിപ്പല്ലാണ് പിടിച്ചെടുത്തതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാവാത്ത സാഹചര്യത്തിൽ വേടന് ജാമ്യം നിഷേധിക്കുന്നത് ഉചിതമാവില്ല എന്ന് കണക്കിലെടുത്താണ് ഇയാൾക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. ചെന്നൈയിൽ വെച്ച് ഒരു ആരാധകൻ തന്ന സമ്മാനം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്നും പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല താൻ ഇത് ഉപയോഗിച്ചത് എന്നുമായിരുന്നു വേടന്റെ മൊഴി. ഇക്കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് കോടതി ഗായകന് ജാമ്യം അനുവദിച്ചത്.